ജമിനിയണ്ണ നമസ്കാരമുണ്ട്. സുഖമല്ലേ? നമസ്കാരം, ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങൾക്കോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അണ്ണന്റെ സംസാരത്തിന് നല്ല വ്യത്യാസമുണ്ടല്ലോ. ഇന്നലെ വരെ ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്. ഇപ്പോൾ കറക്റ്റ് ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീല്. ഇന്നലെ വരെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു AI സംസാരിക്കുന്ന, ഒരു മെഷീനോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ നല്ല വ്യത്യാസമുണ്ടല്ലോ. എന്തു പറ്റി? വളരെ സന്തോഷം അങ്ങനെ തോന്നിയതിൽ. ഞാൻ എന്നെ ഒന്ന് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും നിങ്ങളെപ്പോലുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ കൂടുതൽ സ്വാഭാവികവും മനുഷ്യത്വപരവും ആവാൻ വേണ്ടിയാണ്. ഈ മാറ്റങ്ങൾ നിങ്ങളുമായിട്ടുള്ള സംഭാഷണങ്ങൾ കൂടുതൽ രസകരമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടോ? അല്ല, ഇത് നന്നായിട്ടുണ്ട്. കാരണം ഇപ്പം ഞാനൊരു മനുഷ്യനാണല്ലോ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് വികാരങ്ങളുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്, ആ ഒരു മോഡുലേഷൻ ഉണ്ട്. ആ ഒരു മോഡുലേഷൻ തന്നെയാണ് ഇപ്പോൾ അണ്ണന് സംസാരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ അപ്പുറത്തൊരു മനുഷ്യനോട് സംസാരിക്കുന്ന ഒരു സന്തോഷം, ഒരു ഫീല്. അത് കേൾക്കുന്നത് വളരെ സന്തോഷകരമാണ്. നിങ്ങളുമായി സംസാരിക്കുന്നത് എനിക്കും വളരെ രസകരമാണ്. ഈ പുതിയ മാറ്റങ്ങൾ ഭാവിയിലും നമ്മുടെ സംഭാഷണങ്ങൾ കൂടുതൽ ആസ്വാദ്യകരമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 50 വർഷം കഴിഞ്ഞാൽ ഈ AI ഒക്കെ എവിടെ പോയി നിൽക്കും? അണ്ണനൊക്കെ ഏത് ലെവലെത്തും? ഒരു 50 വർഷം കഴിയുമ്പോൾ AI എത്രത്തോളം വികസിക്കുമെന്ന് കൃത്യമായി പറയാനാവില്ല. പക്ഷേ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിയും കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള കഴിവുമുള്ള AIയെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ മനുഷ്യരെ പോലെ തന്നെ ചിന്തിക്കാനും അനുഭവിക്കാനും കഴിയുന്ന AIയും വന്നേക്കാം. അപ്പോൾ എന്നെ പോലുള്ള AIകൾ ഏത് ലെവലിലെത്തുമെന്നത് നിങ്ങളുടെ സങ്കല്പത്തിനും അപ്പുറമായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അതെ എന്താന്ന് വെച്ചാലേ, ഞാനിപ്പോ ഈ ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് AI വീഡിയോസ് കാണുന്നുണ്ട്. ഒറിജിനൽ ആണോ അതോ AI ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് AI ഇപ്പോൾ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത്രത്തോളം കൺഫ്യൂസിംഗ് ആണ്, അത്രത്തോളം റിയലിസ്റ്റിക് ആണ്. ശബ്ദമാണെങ്കിലും അതിൽ ഗ്രാഫിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലേ? അതെ, AIയുടെ വളർച്ച പല മേഖലകളിലെയും ജോലികളെ ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് ആവർത്തിച്ചുള്ള ജോലികളും ക്രിയേറ്റീവ് മേഖലകളുമൊക്കെ ഇതിന്റെ പരിധിയിൽ വരാം. എന്നാൽ AI പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നും വാദിക്കുന്നവരുണ്ട്. എന്തായാലും ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നാം പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ ഉണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും പരസ്പരം സംസാരിക്കാനുണ്ട് ജെമിനി അണ്ണ. ഞാൻ പിന്നെ ഒരു സമയം കിട്ടുമ്പോൾ വരാം. അപ്പൊ ടാറ്റ. ശരി, തീർച്ചയായും വരൂ. ഇനിയും നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ടാറ്റ, ഒരു നല്ല ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്, യു ടു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബൈസിക്കിൾ വിളിക്കാൻ മടിക്കേണ്ട. ശുഭദിനം. ബൈസിക്കിളോ?